Assalamualaikum. Welcome back to Shana's vlog. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ മീഷോ ഹോളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്താ സെറ്റ്സിൻ്റെ കുർത്തി സെറ്റ്സിൻ്റെ ഹോളൊക്കെ ചെയ്യുമോ ഇത്താ അതിൻ്റെത് ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസും നമുക്ക് ഇൻഷാ അല്ലാഹ് വരും വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സൂൺ ചെയ്യാം കേട്ടോ വീഡിയോ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കൂടുതലും സെറ്റ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കോഡ് സെറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ ആലിയ ഭട്ടിൻ്റെ സെയിം ഒരു കോഡ് സെറ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ അത് കാണിച്ചു തരാം. അതൊക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു നീ ലെങ്ത് ടോപ്പ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കോട്ടൺ സെറ്റ്സ് വരുന്നുണ്ട്. 3 പീസായിട്ട് ദുപ്പട്ട ബോട്ടം ടോപ്പായിട്ടുള്ള സെറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സ് ഒരു തട്ടിക്കൂട്ടിൽ വന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു സെറ്റാണ്, 2 പീസ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാനിങ്ങനെ സൈഡ് ക്ലിപ്പ് കാണിക്കുമ്പം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുറേ പേര് കമൻസിൽ വന്ന് ചോദിച്ചു ഇത്താ നോർമലായിട്ട് നമുക്ക് ഡെയിലി വെയറിൽ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടുള്ള കോട്ടൺ ആയിട്ടുള്ള സെറ്റുകൾ നീലെങ്കിൽ വരുന്ന ടോപ്പ് പാൻറ്റിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നു. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ഇത്. ഇൻഷാ അല്ലാഹ് ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ്. കാരണം ഞാൻ ഒരുപാട് തവണ വാഷ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റാണ്. സോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ വന്നിട്ട് പറയാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഇതൊന്നും മാത്രമല്ല, ഒരു 3-4 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്ട്രെഗ് ഇട്ട് വന്നതാണ്. പിന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം ഷൂട്ടുണ്ട്, കുറച്ച് ഷൂട്ടിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ആവുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെടുത്തിട്ട് നമുക്ക് ബാക്കി ഷൂട്ടിലേക്ക് പോവാമെന്ന്. ഓക്കെ, അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ചുരിദാർ സെറ്റ് തന്നെ ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഇത് വന്നിട്ട് പാൻറ്റ്, ടോപ്പ്, ഷോള്, ഇങ്ങനെ 3 സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പ് കാണിച്ചു തരാം. ടോപ്പ് വന്നിട്ട് ഇത് നമ്മളിപ്പോൾ ഒരു ചുരിദാർ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മളൊരു കോട്ടൺ ചുരിദാർ സെറ്റ് വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, അത് വാങ്ങിക്കാൻ മിനിമം എന്തായാലും 500 സംതിങ് വരും. അതിൻ്റെ സ്റ്റിച്ചിങ് കൂടി വരുമ്പം എന്തായാലും ഒരു ഇപ്പോൾ സ്റ്റിച്ചിങ്ങിന് മിനിമം ഒരു 300 സംതിങ് ആണല്ലോ. അപ്പോൾ അതും കൂടി വരുമ്പം എന്തായാലും ഒരു 800 സംതിങ് എല്ലാം കൂടി ടോട്ടൽ ആവും അല്ലേ. അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ജസ്റ്റ് 500 സംതിങ്ങിനാണ്. 530 അങ്ങനെ എന്തോ 560 ഒന്നുമില്ല, 530 എങ്ങനെയാണ് ഞാൻ ഈ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ബോധമായിട്ട് തോന്നുന്നു. ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ചിലപ്പം ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വിത്ത് ലൈനിങ് വെക്കും. ഇത് വിത്തൗട്ട് ലൈനിങ് ആണ്, ബട്ട് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ഞാൻ വിത്തൗട്ട് ലൈനിങ്ങിൽ ചുരിദാർസ് ചെയ്യാറുണ്ട്. ആ ഒരു മെറ്റീരിയൽ നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ പ്ലെയിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സീ ത്രൂ ആയിട്ട് തോന്നും. ബട്ട് ഇത് ഫുൾ പ്രിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. നല്ല ക്വാളിറ്റി, നല്ല കോട്ടൺ മെറ്റീരിയൽ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. ജസ്റ്റ് ഒരു ഷോ ബട്ടൺ പോലെ അങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഫുൾ ഒരു സെയിം പ്രിൻ്റാണ്. 3/4 സ്ലീവ് ആണ് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള. സെയിം തന്നെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ജസ്റ്റ് ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം കാണിച്ചു തരാം. ബോട്ടം വന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലുള്ള ഈ ഒരു സെയിം പ്രിന്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഓക്കെ, ബോട്ടം എലാസ്റ്റിക് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഒരു റോപ്പിനെക്കാട്ടും എലാസ്റ്റിക് ആണ് ഇഷ്ടം. അതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഷോള് വന്നിട്ട് നല്ല ക്വാളിറ്റിയിലാണ് ഷോള് വന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ഷോള് വലിയ സുഖത്തിൽ വരൂലാന്ന്, പക്ഷെ അങ്ങനെയല്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിൽ, നല്ല സുഖത്തിലിടാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയിലൊക്കെയാണ് ഷോൾ വന്നിട്ടുള്ളത്. സോ എന്തുകൊണ്ടും വേർത്തായിട്ട് തോന്നുന്നു. ആ ഒരു 500 സംതിങ്ങിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ സെറ്റ്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ. എല്ലാവരും ചോദിക്കുന്നു ലിങ്ക് എവിടെയെന്ന്. പിന്നെ ഒരു ഗൗണിൻ്റെ ലിങ്ക് അതെന്താണെന്നറിയില്ല, അത് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോ അല്ല, അതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളതിൻ്റെ ഒരു ഗൗണിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ ഒരു ഗൗണിൻ്റെ ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ അടുത്തത് നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ആലിയ ഭട്ടിനെ ഇൻസ്പയർഡ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു കോഡ് സെറ്റ് ആണ്. ഈ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു കോഡ് സെറ്റ് ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. നല്ല ടോപ്പ് ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ 100% ഷുവർ ആയിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. നല്ല ടോപ്പ് ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്താണോ ആലിയ ഇട്ടിട്ട് കണ്ടിട്ടുള്ളത് അത് നമുക്ക് ആവില്ല, എന്തായാലും ആ ഒരു സെയിം മെറ്റീരിയലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. കാരണം ഇത് ഞാൻ ജസ്റ്റ് വിചാരിച്ചത് ഇത് ജസ്റ്റ് ഒരു ക്രേപ്പ് മെറ്റീരിയലായിരിക്കും, വലിയ ലോക്കലായിട്ടുള്ള ഒരു ക്രേപ്പ് മെറ്റീരിയൽ, ജസ്റ്റ് ആ ഒരു ഷെയ്ഡ് മാത്രമേ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ഫംഗ്ഷന് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അതേപോലെ തന്നെ അല്ലാതെ കാഷ്വലായിട്ട് വെയർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. സോ ഇതാണ് നമ്മളെ, ഞാൻ ജസ്റ്റ് ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചിടാം. നല്ല ഒരു ജോർജറ്റ് പെറ്റ് പ്ലസ് ഷിഫോൺ മെറ്റീരിയൽ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ്. സോ ഇങ്ങനെയാണ് സ്ലീവ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, സ്ലീവൊക്കെ സ്റ്റിച്ചിങ് ഫിറ്റിംഗ് എല്ലാം അടിപൊളിയാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ടുള്ളത്, ചീപ്പായിട്ടൊന്നുമല്ല, ഭയങ്കര അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ. എന്നിട്ട് ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്, ബട്ടൺ ഇല്ല കേട്ടോ, ബട്ടൺ ഇല്ല, ജസ്റ്റ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണ്, ബട്ടൺസ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പാൻറ് വന്നിട്ട് എലാസ്റ്റിക് ആണ്. പാൻറ്റിന് 2 പോക്കറ്റ് വരുന്നുണ്ട്, 2 സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് പാൻറ്റും. അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, നമുക്ക് പാൻറ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബോറായിട്ട് ഇറങ്ങി പിടിച്ചൊന്നും നിൽക്കുന്നില്ല, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫിറ്റിങ്ങിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഫിറ്റിംഗ്, സ്റ്റിച്ചിങ്, ക്വാളിറ്റി, മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 700 സംതിങ് ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. സോ ആ പ്രൈസിന് വേർത്തായിട്ട് തോന്നുന്നു, കാരണം ഇതിൻ്റെ ക്വാളിറ്റി അത്രയുണ്ട്. ആ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് ഇത് വേർത്താണ്. നമ്മൾ പുറത്തൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും 1500 ഒരു 2000-ൻ്റെ അടുത്ത് എന്തായാലും ഈ ഒരു കോഡ് സെറ്റിന് വരും, ഉറപ്പാണ്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഈ ഒരു അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഒരു വൈറ്റ് ടോപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. ബട്ട് ഇത് ഞാൻ പിക്ചറിൽ കണ്ട സമയത്ത് ഈ ഒരു ടോപ്പ് പിക്ചറിൽ കാണുമ്പോൾ ഏകദേശം ഒരു ഗൗൺ പോലെ, ഒരു കാഫ് ലെങ്ത് എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് കാഫ് ലെങ്ത് ഇല്ല, ഇത് നീ ലെങ്ത്തിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 500 സംതിങ്ങോ 600 സംതിങ്ങോ എന്തായാലും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൈസ് വരാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇത് ഫുൾ കംപ്ലീറ്റ്ലി ഒരു എംബ്രോയ്ഡറി വർക്കിലാണ് വന്നിട്ടുള്ളത്, വൈറ്റിൽ എംബ്രോയ്ഡറി വർക്കിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു പ്രൈസ് വന്നിട്ടുള്ളത്. ഓൾസോ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ഭംഗിയുണ്ട്. ഇതും നമുക്ക് ഒരു ഫംഗ്ഷനും യൂസ് ചെയ്യാം, അല്ലാതെ കാഷ്വലായിട്ടും വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവാണ്, ആൻഡിൽ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു സ്ലീവാണ്. ഓക്കെ, ഈ ഒരു ബാക്കിലും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്, ഫ്രണ്ടിലും വി ആയിട്ട് ബാക്കിൽ റൗണ്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫുൾ കംപ്ലീറ്റ് ഒരു എംബ്രോയ്ഡറി വർക്ക്, കുറച്ചൊരു ഇങ്ങനെ ഒരു എന്താ പറയുക ഫ്ലെയർഡ് ആയിട്ട് വരുന്ന ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഒരു ടോപ്പാണ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് എംബ്രോയ്ഡറി വർക്ക്, ബാക്കി കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഒരു റോപ്പ് വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. എന്നിട്ട് എൻഡിൽ ഇങ്ങനെ ചെണ്ട് വരുന്നുണ്ട്. ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ അയച്ചു കളയാനുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അയച്ചു കളയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തത്. ഇതിൻ്റെ സൈസ് ഞാൻ ഓരോന്നിൻ്റെ സൈസ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്. ആ ഒരു ആലിയ ഭട്ടിൻ്റെ കോഡ് സെറ്റ് XXL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഷർട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സൈസിലും ഒന്ന് കൂട്ടിയിട്ട് എടുക്കും, എന്നാലേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റാറുള്ളൂ. സോ ഇത് ഞാൻ ബാക്കിയൊക്കെ എടുത്തിട്ടുള്ളത് XL ആണ് കേട്ടോ. ഷർട്ട് ആകുമ്പോൾ XXL അല്ലാത്തത് നോർമൽ ടോപ്പ് ഡ്രസ്സ് സെറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ XL ആണ് എടുക്കാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്. അപ്പോൾ ഞാൻ അടുത്തത് ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കോഡ് സെറ്റ് ആണ്. ഇത് ഫുൾ സ്ട്രൈപ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റ് ആണ്. ഇത് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഇത് സ്റ്റോക്ക് ഔട്ട് ആണ്. എന്നിട്ട് അത് കിട്ടാൻ കുറച്ച് എന്നിട്ട് തപ്പി പിടിക്കണം. അതും നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാൻ വേണ്ടി പറ്റണ്ടേ. ഇപ്പം നോക്കുമ്പം ഇത് അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് പോവുകയും വരികയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് പോവും, പക്ഷേ ഒരു 2-3 ഡേയ്സിനുള്ളിൽ പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവുകയും ചെയ്യും. സോ നിങ്ങൾ നോക്കുക, അവൈലബിൾ ആയിട്ട് കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. സോ ഇത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഡ് സെറ്റ് ആണ്, ഫുൾ സ്ട്രൈപ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വന്നിട്ടാണ് ടോപ്പ് 3/4 സ്ലീവ് ആണ്.
പിന്നെ ബട്ടൺ വന്നിട്ട് ഒരു വുഡൻ ബട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു കോഡ്സെറ്റ് വന്നിട്ടുള്ളത്. പാൻറ് വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ടാണ് പാൻറ് വരുന്നത്. അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട്. കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു പാൻസ് ആണ് വന്നിട്ടുള്ളത്. പലോസ ഫിറ്റിലാണ് പാൻറ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്തത്. ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 500 സംതിങ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഈ ഒരു കോഡ്സെറ്റ് അത്യാവശ്യം വർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കോഡ്സെറ്റ് ആണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു കോഡ്സെറ്റ് ആണ്. ഇത് പിക്ചറിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വലിയ രസം ഉണ്ടാവില്ല, ഇത് അത്ര വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ റേറ്റിംഗ് നോക്കിയപ്പോൾ എല്ലാവരും 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു സെറ്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കാണാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ബട്ട് ഇത് വൈറ്റ് ആയതിനോണ്ട് തന്നെ ചെറുതായിട്ടൊരു സീത്രൂ മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. വൈറ്റ് എല്ലാം അധികം സീത്രൂ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഇന്നർ ഉള്ളിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ഐഡിയ കിട്ടും. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സ്ലീവ് ഒക്കെ കുറച്ചൊരു ലൂസ് ഫിറ്റിലൊക്കെയാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഒരു ഫുൾ വൈറ്റിലാണ്. ഇവിടെ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ വരുന്നുണ്ട്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. പിന്നെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ്. വന്നിട്ടുള്ളത്. പാൻറ് ഇവിടെ തരുന്നില്ല. ഇവിടെ ഒരാളുണ്ട്, സൂനിയുണ്ട് കേട്ടോ. പിന്നെ പാൻറ് വന്നിട്ട് അലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ ഒരു പലോസ ഫിറ്റിലാണ് പാൻറ് വന്നിട്ടുള്ളത്. പാൻറിൻ്റെ എൻഡിൽ ഇതായി ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ ഒരു ബ്ലാക്കിനോട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളിലൊരു ഇന്നർ ഇട്ട് കൊടുക്കേണ്ടി വരും. വൈറ്റ് ആയതിനോണ്ട് തന്നെ കുറച്ചൊരു സീത്രൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ട് ഇതിൻ്റെ മെറ്റീരിയൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കട്ടിയുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 499 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വർത്ത് ആയിട്ട് തോന്നുന്നു. ചില സമയത്ത് നോക്കുമ്പോൾ 448 റുപ്പീസ് വന്നിട്ടുണ്ട്, 450 വന്നിട്ടുണ്ട്, 450 സംതിങ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും മാക്സിമം ഒരു 499 വരെ പോകുന്നുള്ളൂ. അതിൽ അണ്ടർ ആയിരിക്കും എന്തായാലും പ്രൈസ് വരാം. സോ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഞാൻ അടുത്തത് കാണിച്ചു. ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു സെറ്റാണ്, ഒരു കുർത്തി സെറ്റാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്നില്ല ഒരു കോട്ടൺ ചുരിദാർ സെറ്റ്, അതേപോലെയുള്ള ഒരു സെറ്റാണ് കാണിച്ചു തരുന്നത്. ഇത് ടോപ്പ്, പാൻറ്, തട്ട, ഷോൾ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതിനെന്താ പറയുക, ഇങ്ങനൊരു വർക്ക് വന്നിട്ടുണ്ട്. ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെന്താ പറയാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് റൗണ്ടായിട്ട് ജസ്റ്റ് വി കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതും സെയിം ഒരു ക്വാളിറ്റിയിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്. സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നല്ല, 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഇതും കംപ്ലീറ്റ് ആ ഒരു പ്രിന്റ് തന്നെയാണ്. 2 ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. മറ്റേതിനും സ്ലിറ്റ് വരുന്നുണ്ട്. വിട്ടുപോയി തോന്നുന്നു പറയാൻ. ഓക്കെ, പിന്നെ പാൻറ് വന്നിട്ട് എലാസ്റ്റിക് ആണ്. പോക്കറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. 2 ഭാഗത്തും എലാസ്റ്റിക് ആണ്. സോ പാരലൽ ഫിറ്റിങ്ങിലാണ് പാൻറ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. പിന്നെ ഷോള് വന്നിട്ട് ഇതാണ് ഷോള് വന്നിട്ടുള്ളത്. ഓക്കെ, ഷോൾ ഞാൻ പറഞ്ഞു നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഷോളും വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് സെറ്റ്. ഇതിൻ്റെ പ്രൈസും വന്നിട്ട് ഏകദേശം ഒരു 500 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസും വന്നിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസിന് വർത്തായിട്ട് തോന്നുന്നു. കാരണം സെറ്റാണ്. അപ്പോൾ ബോട്ടം ദുപ്പട്ട വരുന്നുണ്ട്. അതേപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലാണ്. ഇത് എനിക്ക് കുറച്ച് നല്ല കട്ടിയുണ്ട് കേട്ടോ. എനിക്കിത് വർത്തായിട്ട് തോന്നുന്നു. 3 പീസ് സെറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മളൊരു പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എത്ര റേറ്റിൽ വരും ഒരു കോട്ടൺ സെറ്റൊക്കെ എന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോഴൊക്കെ എത്ര റേറ്റ് വരുമെന്ന്. അപ്പോൾ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇത് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് സെറ്റ്. അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കോട്ട് സെറ്റാണ്. 2 കോട്ട് സെറ്റ് ഉണ്ട്. സെയിം കളർ ചേഞ്ചിൽ വരുന്നതാണ്. ഇത് ബ്ലാക്ക് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത്, ഇത് വൈറ്റ് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന കോട്ട് സെറ്റ്സ് ആണ്. 300 സംതിങ് ഈ ഒരു കോട്ട് സെറ്റ്സിന് വരുന്നുള്ളൂ. 2നും 300 സംതിങ് വരുന്നുള്ളൂ. വേറെയും പ്രിന്റിലും ഷെയ്ഡിലും അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഫസ്റ്റത്തെ കോട്ട് സെറ്റ് വന്നിട്ട് ഇതാണ്. ബ്ലാക്കിൽ വൈറ്റും ബ്രൗൺ ഒക്കെ ഫ്ലോറൽ ആയിട്ട് വരുന്നതാണ് ഫസ്റ്റത്തെ കോട്ട് സെറ്റ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയൽ ആണ്. കംപ്ലീറ്റ് പ്രിന്റ് വരുന്നതിനോട് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരിക്കും ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ. നമുക്ക് കാണുമ്പോൾ വലിയൊരു വൃത്തികേടായിട്ടൊന്നും തോന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ,
ഇതിൻ്റെ ആ ഒരു പ്രൈസിന് 300 സംതിങ് അല്ലേ ഇതിന് വരുന്നുള്ളൂ. എന്തുകൊണ്ട് വർത്തായിട്ട് തോന്നുന്ന ഒരു കോൺസെപ്റ്റ്സ് ആണ് കേട്ടോ. പിന്നെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ആ സ്ലീവൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എലാസ്റ്റിക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. ഇട്ടിട്ട് ഞാൻ എന്തായാലും സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യാം. എനിക്ക് എങ്ങനെയാണ് ഈ എലാസ്റ്റിക് വരുന്നതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇട്ടിട്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് എന്നാലും ഞാൻ കാണിക്കും. ഓക്കെ, പെട്ടെന്ന് സ്പീഡിൽ കാണിച്ചു പോവുമായിരിക്കും എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ. ഓക്കെ, പിന്നെ പാൻറ് വന്നിട്ട് എലാസ്റ്റിക് ആണ്. ഒരു പാരലൽ ഫിറ്റിങ്ങിലാണ് പാൻറ് വന്നിട്ടുള്ളത്, സെയിം പ്രിന്റിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സെറ്റ്. സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു വൈറ്റിൽ ബ്രൗണും ഒരു കാരമലൊക്കെ ഫ്ലോറലായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ഈ ഒരു വൈറ്റിൽ സെയിം തന്നെയാണ്, പറയാനൊന്നുമില്ല. കോളറാണ്, ഒരു ബട്ടൺ വരുന്നുണ്ട് നെക്കിൻ്റെ ഭാഗത്ത്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ലൂസ് ബലൂൺ ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയും ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. ഇതിനും എലാസ്റ്റിക് വരുന്നുണ്ട്. ഒരു ഫ്രില്ല് പോലെ ഇങ്ങനെ ഒരു ഫ്രോക്ക് പോലെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ പാൻറ്റും എലാസ്റ്റിക് പാരലൽ ഫിറ്റിങ്ങിലാണ് പാൻറ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു 2 കോട്ട് സെറ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇത് അത്ര പ്രൈസ് കാണുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും വർത്താണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. ഫൈനലി ട്രൈ ചെയ്തു. എനിക്ക് വർത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഞാൻ ഇട്ടിട്ടും കൂടി ക്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ അതും കൂടി കണ്ടിട്ട് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെഡിങ് സീസണൊക്കെ ആണ് വരുന്നത്, അപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാമല്ലോ. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.